ചോറും വെച്ചും മുട്ടക്കറിയും നമ്മൾ വെക്കാറുണ്ടല്ലേ. എന്നാൽ ഇനി ഇത് രണ്ടും കൂടെ ഒരുമിച്ചായാലോ? മടിയന്മാരൊക്കെ ഉണ്ടേൽ ഇപ്പൊ തന്നെ സേവ് ആക്കിക്കോ. അപ്പൊ കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാവുമ്പോൾ ഈ കാണുന്ന സ്പൈസസ് ഇട്ട് കൊടുത്ത് സ്ലൈസ് ചെയ്ത് 2 സവോളയും കഷ്ണങ്ങളാക്കിയ ഒരു തക്കാളി 2 പച്ചമുളകും ചേർത്ത് ഒന്ന് ഇളക്കി വഴറ്റി 1 ടേബിൾ സ്പൂൺ വീതം കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇനി പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി വഴറ്റി ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് മല്ലിയിലയും പുതിനയിലയും 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുത്ത് മസാലയൊന്ന് നല്ലപോലെ കുക്കായി വന്നാൽ കഴുകി വെച്ച 3 ഗ്ലാസ് ജീരകശാല റൈസും കൂടെ ചേർത്ത് മസാലയിലേക്ക് നമ്മുടെ ഈ റൈസ് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് അളവിൽ ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒരു ചെറുനാരങ്ങയുടെ നീരും പിഴിഞ്ഞൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ച 4 മുട്ടയും കൂടെ ചേർത്ത് കൊടുത്ത് മൂടി അടച്ച് ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിലടുപ്പിച്ച് തീയങ്ങ് ഓഫ് ചെയ്ത് എയർ മുഴുവനായും പോയതിനു ശേഷം ആ മൂടി തുറന്ന് നോക്കുമ്പോൾ അതാ നോക്കി നല്ല പെർഫെക്റ്റ് കുക്കിഡ് ആയിട്ടുള്ള എഗ്ഗ് റൈസെന്നോ എഗ്ഗ് ബിരിയാണിന്നോ എന്ത് വേണേലും നിങ്ങൾക്ക് വിളിക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് എനിക്കറിയാം. പോകുന്നതിന് മുന്നേ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.